മുരിയാട് കൃഷിഭവന്റെ ഉപകേന്ദ്രമായ പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, വിള ആരോഗ്യ ക്ലിനിക്, പുല്ലൂർ മിഷൻ ആശുപത്രിക്ക് എതിർവശമുള്ള കെട്ടിടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ബഹുമാനപ്പെട്ട മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ പി പ്രശാന്ത് സ്വാഗതമറിയിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലത ചന്ദ്രൻ വിശിഷ്ടാതിഥിയായിരുന്നു. കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ശ്രീരേഖ പദ്ധതി വിശദീകരിച്ചു. 12ാം വാർഡ് മെമ്പർ ശ്രീ തോമസ് തൊഗാലത്ത്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ശ്രീമതി ഫാജിദ റഹ്മാൻ, മുൻ AAD ശ്രീമതി മിനി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീമതി ശാലിനി എന്നിവർ ആശംസകൾ അറിയിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KU വിജയൻ, വാർഡ് മെമ്പർമാരായ ശ്രീ സേവ്യർ ആളൂക്കാരൻ, ശ്രീമതി മണി സജയൻ, ശ്രീമതി മിഗിത അനൂപ്, ശ്രീമതി റോസ്മി ജയേഷ് എന്നിവർ സന്നിഹിതരായിരുന്നു. മാവേലി വേഷത്തിലെത്തിച്ചേർന്ന മുരിയാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീ മനോജ് മുകുന്ദൻ ചടങ്ങിന്റെ സവിശേഷതയായിരുന്നു. കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ, കർഷകർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കുചേർന്നു. കൃഷി ഓഫീസർ ഡോക്ടർ അഞ്ജു ബി രാജ് ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. കാർഷിക പ്രവർത്തനങ്ങളിൽ, വാർത്തകളിൽ നിറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ്. ഒന്ന്, കൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും നടന്നൊരു പഞ്ചായത്ത്. നല്ല വിവിധ പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുള്ള പഞ്ചായത്ത്. പച്ചക്കറി കൃഷിയും നെൽകൃഷിയും ഈ തൃശ്ശൂർ ജില്ലയുടെ തന്നെ നെല്ലറയായി തീർന്ന ഒരു പഞ്ചായത്ത്. അങ്ങനെ കാർഷിക മേഖലയിൽ വളരെ ഉയർന്ന ഒരു തലമുള്ള ഗ്രാമപഞ്ചായത്ത്. ആ മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ കൃത്യമായ ഒരു ഇടപെടലാണ് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ക്ലിനിക്ക്. നേരത്തെ ഇവിടെ അതിൻ്റെ ജീവനക്കാരിയായിട്ട് പ്രവർത്തിക്കുന്ന അവർ വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നു. എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മണ്ണ് പരിശോധിക്കാം, ഇവിടെ ഒരു നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള കാർഷിക ഒരു പ്ലാന്റ് കൊണ്ടുവന്നാൽ ആ പ്ലാന്റിന് കേടുപാടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള കീടാണ് അതിനെ ആക്രമിച്ചിട്ടുള്ളത്, അതിനെന്ത് പ്രതിവിധിയാണ് അല്ലെ ചെയ്യാൻ കഴിയുക, മണ്ണെങ്ങനെയാണ്, മണ്ണിലെ ഓരോ ഘടകങ്ങളും ഏതൊക്കെ തരത്തിലുണ്ട്, ഇനി അതിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ എങ്ങനെയാണ് നടത്തേണ്ടത്, ഏത് വളമാണ് അതിന് ചേർത്ത് കൊടുക്കേണ്ടത്, അങ്ങനെ നമ്മുടെ കർഷകർക്ക് ആവശ്യമായ അവരുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന നിരവധി സംശയങ്ങൾക്ക് ദൂരീകരണം നടത്തുകയും അതിന് പരിഹാരം കണ്ടെത്താൻ ചെയ്യുന്ന ഒരു ഹെൽത്ത് ക്ലിനിക്കായിട്ട് മനുഷ്യന്റെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ, സസ്യങ്ങളുടെ ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളും തുടങ്ങുക വളരെ സന്തോഷമാണ്. പ്രിയമുള്ളവരെ, നമ്മള് ഗ്രീൻ മുരിയാട് എന്ന പേരിൽ ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയുണ്ടായി. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായി നമ്മൾ ഏറ്റെടുത്ത ദൗത്യം പരമാവധി ആളുകളിലേക്ക് കൃഷിഭവന്റെ പദ്ധതികളും അതുപോലെ തന്നെ സൗകര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ്. ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ പഞ്ചായത്തിൽ 9500 വീടുകൾ ഉള്ളതിൽ 6600-ലധികം വീടുകളിലേക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയും. വികസനവുമായി കാർഷിക രംഗത്തെ ഇടപെടലുകൾ എങ്ങനെ നടത്തണമെന്ന് ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്ന ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്തിന്റെ നിർവഹണ ഉദ്യോഗസ്ഥർ, നേതൃത്വമുള്ള നേതാക്കന്മാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ശ്രീ ജോസ് ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആൾക്കാരിൽ നിന്നും സ്ഥലങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ആസ്തികൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഏറ്റവും ക്ഷീണമായിട്ട് പ്രയത്നിച്ച പഞ്ചായത്ത് പ്രസിഡന്റ്. ഞാൻ 4 പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും
ഇത് ഇവിടെ പറഞ്ഞു പോയില്ലെങ്കിൽ 30% നമുക്ക് ആസ്തി വികസനങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഈ പ്രസിഡന്റിന് തന്നെ ഉണ്ടായിട്ടുള്ളൂ.